സംസാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലേസിലാണ്. എനിക്ക് രാത്രിയായിട്ട് ഭയങ്കര വിശപ്പായിട്ട് മാറുന്നുമില്ല. അപ്പോൾ എനിക്ക് രാത്രി ചോറ് കഴിക്കാനായിട്ടാണ് ഫീൽ ചെയ്തത്. നമുക്കറിയാം മലയാളികൾക്ക് ചോറെന്ന് പറയുന്നത് നമ്മുടെ കുടുംബപ്പറപ്പിനെ പോലെയാണല്ലേ, ചോറ് കഴിച്ചാലേ ഇച്ചിരി വിശപ്പൊക്കെ അടങ്ങുള്ളൂ. പക്ഷേ രാത്രി എവിടെയാണ് എറണാകുളത്ത് ചോറ് കിട്ടുന്നത്? അങ്ങനെ ഞാൻ അന്വേഷിച്ച് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിനടുത്ത് ജനതാ റോഡിലുള്ള ഹാർബറിലാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് അത്താഴച്ചോറും പാൽ കപ്പയുമാണ്. അപ്പോൾ അത് കഴിക്കുന്ന കാണാനായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ആ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിളമ്പിത്തരാം. അപ്പോൾ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. എനിക്കിതാ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്താഴ ചോറ് കഴിക്കാനായിട്ട് ഞാൻ എത്തി എവിടെ, ഹാർബറിൽ. അപ്പോൾ അത്താഴ ചോറിനായിട്ട് മാങ്ങയുണ്ട്, തോരനുണ്ട്, നല്ല കട്ട തൈരുണ്ട്, മെഴുക്ക് വരട്ടിയുണ്ട്, നല്ല സൂപ്പർ കപ്പയുണ്ട്, കടലയുണ്ട്, 2 തരം ചമ്മന്തി ഉണ്ട്, പിന്നെ പരിപ്പ് കറിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ചോറിനൂടെ രാത്രി ഇനി ചോറിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കണ്ട കേട്ടോ. ചോറിനൂടെ നല്ല മുളകിട്ട കിട്ടില്ല മത്തിക്കറിയാണ് ഞാൻ പറഞ്ഞത്. ഇതോട്ടൊരു കുഴച്ചൊരു പുടപടയ്ക്കുമ്പോൾ എൻ്റെ അമ്മോ, ഈ ഹാർബർ എന്ന പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് അറിയാമോ, ഇതും ഒരു മീനിൻ്റെ കലവറ തന്നെയാണെന്ന്. എനിക്ക് പേഴ്സണലി കൂന്തലാണ് ഇഷ്ടം. അപ്പോൾ അത്താഴ ചോറിനോടൊപ്പം ഞാൻ കൂന്തലാണ് ഓർഡർ ചെയ്തത്. മീൻ മുളകിട്ടതും, ഇത് തിരുതക്കറിയാട്ടോ, തിരുതക്കറിയും ആയിട്ട്. അപ്പം ചോറ്, മെഴുക്ക് വരട്ടി, ഞാനിനി കുറച്ച് തൈരും കൂടെ, തൈരും ചമ്മന്തിയൊക്കെ ആയിട്ട് ഒരു പിടപിടയ്ക്കാൻ എൻ്റെ അമ്മു. നാവിൻ്റെ ഉള്ളിൽ കൊതിയെന്ന് പറഞ്ഞാൽ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒന്നാണത്. ഇപ്പോൾ രാത്രി വന്നും ചോറ് കഴിക്കണമെങ്കിൽ ഇവിടുത്തെ അത്താഴച്ചോറ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, അതുപോലെ ടേസ്റ്റ്. പിന്നെ കണ്ട ഉണക്കമീൻ കൂടെ ഉണ്ട്. അവിടെ ഒരു സ്പെഷ്യൽ അത്താഴച്ചോറാണ്. ഓരോ ദിവസവും ഫിഷിൻ്റെ അവൈലബിലിറ്റി പോലെ ആയിരിക്കും.
ഇന്ന് മത്തി മുളകിട്ടതുണ്ടായിരുന്നു, തിരുതക്കറി ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ടില്ല, ആരും പോകരുത്. ഇവിടെ തന്നെ ഒരു സ്പെഷ്യൽ കഞ്ഞിയാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. സ്പെഷ്യൽ കഞ്ഞി, പലതരത്തിലുള്ള കഞ്ഞി വെറൈറ്റി ഉണ്ട് ഇവർക്ക്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ കഞ്ഞി. നല്ല കൊച്ചുള്ളിയൊക്കെ ഇട്ട് കടലയൊക്കെ മിക്സ് ചെയ്ത കഞ്ഞി, നല്ല പപ്പടവും കഞ്ഞിക്കും എല്ലാ കറികളും ഉണ്ട് കേട്ടോ. ഉണ്ടാട്ടുണ്ട് 2 തരം ചമ്മന്തി ഉണ്ട്, തൈരുണ്ട്. ഈ കഞ്ഞി കുടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിഫ്രഷ്മെൻ്റ് അല്ലേ. അത് നല്ല ചൂടോടെ കുടിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ആശ്വാസം പോലെയാണ്. കഞ്ഞിക്ക് അങ്ങനെ ഒരു വളരെയധികം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ എറണാകുളത്ത് ഉച്ച സമയത്താണ് പല സ്ഥലങ്ങളിലും കഞ്ഞി കിട്ടാറുള്ളത്. നൈറ്റ് എനിക്ക് തോന്നുന്നു കാക്കനാട് സൈഡിലുണ്ടെന്ന്. എന്തായാലും നിങ്ങൾക്ക് കലൂരിൽ വന്നിട്ട് കഞ്ഞി കുടിക്കാൻ തോന്നുവാണെങ്കിൽ ഈ സ്പോട്ട് മറക്കണ്ട. കലൂർ സ്റ്റേഡിയത്തിൻ്റെ നിയർ ബൈ ആണ്. അവിടുത്തെ സ്പെഷ്യൽ കഞ്ഞിയാണ്, ഒരു അടാർ ഐറ്റമാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്, പാൽക്കപ്പ എന്ന് പറയും. എല്ലാ ഹോട്ടൽസിലും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ചില റെസ്റ്റോറൻറ്റ്സിൽ അവൈലബിൾ ആണ്. ഈ പാൽക്കപ്പയോടൊപ്പം നല്ല ഇങ്ങനെ മുളകിട്ട മീൻചാറ് ഇങ്ങനെ ഒഴിക്കുക, എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് നാവിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ അങ്ങ് വെക്കുക. പാൽക്കപ്പ നല്ല തേങ്ങാപ്പാൽ പിഴുകിയെടുത്ത ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നൈറ്റ് മാത്രമല്ല പകലും ഉണ്ട്. 12:30 മണി മുതൽ 4:30 വരെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഈവനിങ് 7:30ക്കാണ് അവർ ഓപ്പൺ ചെയ്യണത്. 7:30 to 10:30 വരെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവർക്ക് 2 ബ്രാഞ്ചസ് ഉണ്ട്, കാക്കനാടും ഉണ്ട്, കലൂരും ഉണ്ട്. കലൂർ അവർ റീസെൻ്റ്ലി ഓപ്പൺ ആക്കിയതാണ്. ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ അത്താഴച്ചോറും പാൽക്കപ്പയും. ഇനി മറ്റൊരു കിടിലം ഐറ്റം ഉണ്ട്, ഫിഷ് ഗ്രില്ല് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കണ്ട, നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ ഫിഷ് ഗ്രില്ല് എങ്ങനെയുണ്ട്? ഫിഷ് ഗ്രില്ല് ഇതാ ഞാൻ ട്രൈ ആക്കാൻ പോവാണ്. എന്തായാലും നിങ്ങളുടെ അത്താഴച്ചോറ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. നമ്മളൊരു മെയിൻ കോഴ്സ് ആണ് ഈ ഫിഷ് ഗ്രില്ല് എന്ന് പറയുന്നത്. നൈറ്റിലെ ഡിന്നറിലെ മെയിൻ കോഴ്സാണ്. പിന്നെ അത്താഴച്ചോറ്, പാൽക്കപ്പ, സ്പെഷ്യൽ കഞ്ഞി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇത് ആരുടെ ബ്രെയിൻ ആയിരുന്നു? ഇതിപ്പം ഇതിൻ്റെ ഓണർ ഉണ്ട്, ഷിബുക്ക എന്ന് പറഞ്ഞത്. ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ മലയാളികൾക്ക് ചോറെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മലയാളി എവിടെ പോലും ചോറ് കഴിക്കണം എന്നുള്ളതൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ഉച്ചയ്ക്കും രാത്രിയും കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊന്നും രാത്രി ഇപ്പോൾ കുറവാണ് കഴിക്കൽ. അപ്പം ഈ രാത്രിയും അത്താഴച്ചോറ് എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഇനി ചോറ് കഴിക്കുന്ന ആൾക്കാർ ഇവിടേക്ക് എത്തണം എന്നുള്ളതായിരുന്നു ഐഡിയ. ഓഫ് കോഴ്സ്. പിന്നെ നമ്മൾ കഞ്ഞി തന്നെ പല ടൈപ്സ് ഉണ്ടല്ലോ. പാൽക്കഞ്ഞി ഉണ്ട്, കപ്പക്കഞ്ഞി ഉണ്ട്, പഴങ്കഞ്ഞി ഉണ്ട്, നോർമൽ കഞ്ഞി ഉണ്ട്, ഹാർബർ സ്പെഷ്യൽ കഞ്ഞി ഉണ്ട്. അങ്ങനെ 5 ടൈപ്സ് ഓഫ് കഞ്ഞി ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ വീട്ടിലായാലും എല്ലാവരും ഇപ്പോൾ നോർമൽ കഞ്ഞി ആയിരിക്കും. ഇവിടെ ആകുമ്പോൾ 10 ടൈപ്സ് ഓഫ് സൈഡ് ഡിഷസ് ഉണ്ട്. അതെ, ഓക്കെ. എന്തായാലും കൊള്ളാം. ഈ ഹാർബർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ബേസിക്കലി മീനിൻ്റെ ഒരു കലവറയാണെന്ന് നമുക്ക് തോന്നുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ ഉച്ചയ്ക്കും ഒരുപാട് മീൻ വിഭവങ്ങളുണ്ടോ? സീ ഫുഡ് ആണോ? ആക്ച്വലി ഇതൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഓക്കെ. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നൈറ്റ് ഇപ്പം കുറച്ചായിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിന്നർ മെനു സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഇപ്പം ഡിന്നർ മെനുവിൽ ഇപ്പോൾ ബീഫും ചിക്കനും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതൊരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അതാണ് ഹാർബറിന് മെയിൻ കാരണം. ഓക്കെ. എങ്ങനെ പോകുന്നു ഈ ഒരു ഡിന്നർ? ഇങ്ങനത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ആൾക്കാരെ കസ്റ്റമേഴ്സൊക്കെ വരാറുണ്ട്? കസ്റ്റമേഴ്സൊക്കെ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഫിഷ് ഗ്രില്ല് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം ആണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഫിഷ് ഗ്രില്ലിനെ കുറിച്ചിട്ടായാലും. നമ്മുടെ ഈ ഹാർബർ റെസ്റ്റോറൻറ്റ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഇവിടെ കറക്റ്റ് ഇപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞാൽ ഇവിടെ കലൂർ ജയലൻ സ്റ്റേഡിയം ഉണ്ട്. അതിൻ്റെ ബിഹൈൻഡായിട്ട് തന്നെ വരും, അടുത്തായിട്ട് തന്നെയാണ് വരുന്നത് കലൂർ ഈ ഹാർബർ റെസ്റ്റോറൻറ്റ്.
അപ്പോൾ രാത്രി വിശന്ന് കഴിഞ്ഞാൽ ചോറ് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എവിടേക്ക് വരണം? ഓഫ് കോഴ്സ് ഹാർബർ റെസ്റ്റോറൻറ്റിലേക്ക്. എക്സാക്ട്ലി. അപ്പോൾ ഹാർബറിൻ്റെ ഏറ്റവും മെയിൻ കോഴ്സ് ഐറ്റം എന്ന് പറയുന്നത് ഗ്രിൽഡ് ഉണ്ട്, കൂടാതെ അത്താഴ ചോറുണ്ട്, 20ഓളം ചുറ്റു കറികളുണ്ട്, കൂടാതെ ഇവിടെ മെയിൻ പരിപ്പാണ്. അപ്പോൾ പരിപ്പുണ്ട്, മീൻചാറുണ്ട്, മീനിൻ്റെ അവൈലബിലിറ്റി പോലെ മീൻ മുളകിട്ടതുണ്ട്, തേങ്ങ അരച്ചതുണ്ട്, പാൽക്കപ്പയുണ്ട്, പലതരം കഞ്ഞിയുണ്ട്. ഇതൊക്കെ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യാനാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ഹാർബർ. അപ്പോൾ കൂടെയുള്ളത് വിഷ്ണു മച്ചാൻ.